ഉളുപ്പുമുണ്ടോ എന്ന് ചോദിച്ചെത്തുകയാണ് സന്ദീപ് വാര്യർ. ബി.ജെ.പിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ പൊതുമധ്യത്തിലെത്തുമ്പോൾ അയാൾക്ക് കയ്യടികളുടെ ബഹളമാണ്. പാലക്കാട് വലിയ കോലാഹലമുണ്ടാക്കുന്നത് തന്റെ പഴയ പാർട്ടിയായ ബി.ജെ.പി ആണെന്നും ആക്ഷേപം അഴിച്ചുവിട്ട പല മാന്യന്മാരുടെ മുഖം മൂടി 48 മണിക്കൂറിനുള്ളിൽ അഴിഞ്ഞു വീഴുമെന്നും സന്ദീപ് വാര്യർ ഭീഷണി മുഴക്കി. പോക്സോ കേസിൽ പ്രതിയായ യെദ്യൂരപ്പ ഇപ്പോഴും പാർലമെന്ററി ബോർഡിൽ തുടരുന്നുണ്ടെന്നും ഇതാണോ ബി.ജെ.പിയുടെ രാഷ്ട്രീയ ധാർമ്മികത എന്നും സന്ദീപ് വാര്യർ ചോദിച്ചു. ബി.ജെ.പി അവരാണ് പാലക്കാട് വലിയ കോലാഹലമുണ്ടാക്കുന്നത്. അവരിവിടെ പ്രസക്തമല്ലാത്തതിനാൽ കാര്യമായി പറയേണ്ടതില്ല എന്ന് കരുതിയതാണ്. ബി.ജെ.പിയുടെ ഉന്നതാധികാര സമിതിയായ പാർലമെന്ററി ബോർഡിൽ ഇരിക്കുന്ന യെദ്യൂരപ്പയുടെ പേരിൽ പോക്സോ കേസ് നിലവിലുണ്ട്. ആ ബി.ജെ.പിക്ക് രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? ബി.ജെ.പി എം പി ബ്രിജ്ഭൂഷൺ യാദവ് 56 ഇഞ്ച് നെഞ്ചളവുള്ള പ്രധാനമന്ത്രി അയാളോട് കാണിച്ച അനുകമ്പ എന്താണ്? നടപടിയെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, മകന് സീറ്റും കൊടുത്തു. എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണ് ബി.ജെ.പിക്കുള്ളത്? സന്ദീപ് വാര്യർ ചൂണ്ടിക്കാണിച്ചത് ഇതാണ്. കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ബി.ജെ.പി നേതാക്കന്മാരുടെ കാര്യം പറഞ്ഞാൽ അത് തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. കോൺഗ്രസിനെ മാതൃകയാക്കി നടപടിയെടുക്കാൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചാൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലിരിക്കാൻ ഒരുത്തൻ പോലും ബാക്കിയുണ്ടാവില്ല. ആരുടെയും രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കാൻ തനിക്ക് ആഗ്രഹമില്ല. തനിക്കെതിരെ എന്തൊക്കെയോ പുറത്തുവിടുമെന്നാണ് പറയുന്നത്. തേങ്ങ ഉടക്ക് സ്വാമി എന്നാണ് പറയാനുള്ളത്. തനിക്ക് ഉടക്കാനാണെങ്കിൽ 10,000 തേങ്ങയുണ്ട്. തങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചവരുടെ മുഖം മൂടി അഴിഞ്ഞുവിടാൻ 48 മണിക്കൂർ പോലും തികയില്ല. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുണ്ട്. CPIഎമ്മിനെയും മുഖ്യമന്ത്രിയും സന്ദീപ് വാര്യർ കടന്നാക്രമിച്ചു. CPIഎമ്മുകാർക്ക് നാണവും ഉളുപ്പും വേണമെന്ന് താൻ പറയില്ല. പക്ഷേ ഉളുപ്പുള്ളവർ കുളിച്ച വെള്ളത്തിൽ ഇറങ്ങി മുങ്ങുകയെങ്കിലും വേണമെന്നും സന്ദീപ് വാര്യർ പരിഹസിച്ചു. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്നും യാത്ര ആരംഭിച്ചാൽ കഴക്കൂട്ടത്ത് നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്യുക കടകംപള്ളി സുരേന്ദ്രനായിരിക്കും. കൊല്ലത്ത് M മുകേഷ് ഫ്ളാഗ് ഓഫ് ചെയ്യുകയും KB ഗണേഷ് കുമാർ ആശംസ അറിയിക്കുകയും ചെയ്യും. ആലപ്പുഴയിലാണെങ്കിലോ തോമസ് ഐസക്കും, എറണാകുളത്ത് ഗോപി കോട്ടമുറിക്കലും, തൃശൂർ വൈശാഖനും, പൊന്നാനിയിൽ ശ്രീരാമകൃഷ്ണനും, കോഴിക്കോട് ശശീന്ദ്രനും, കണ്ണൂരിൽ P ശശിയുമായിരിക്കും സ്വീകരിക്കുക. സദാചാര മൂല്യത്തിന്റെ പേരിലാണ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് സഖാക്കൾ ആക്രമിച്ചത് എങ്കിൽ ആദ്യം ആക്രമിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു വെച്ചു. സന്ദീപ് വാര്യരുടെ കിടിലൻ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ചോദിക്കട്ടെ, ഈ പിണറായി വിജയൻ അല്ലെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, നിങ്ങൾ സങ്കല്പിക്കുക, അദ്ദേഹം ഒരു യാത്ര തിരുവനന്തപുരത്ത് തുടങ്ങിക്കഴിഞ്ഞ് കണ്ണൂരിലേക്ക് ഒരു യാത്ര നടത്തുകയെന്ന് വിചാരിച്ചു. ആ യാത്ര തിരുവനന്തപുരത്ത് ആര് ഫ്ളാഗ് ഓഫ് ചെയ്യും? മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് ഒരു ദേശീയ പാത വഴിക്ക് ഒരു യാത്ര ചെയ്യാൻ തീരുമാനിച്ചാൽ ആ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് കഴക്കൂട്ടത്ത് വെച്ച് ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന നേതാവിന്റെ പേരായിരിക്കും കടകംപള്ളി സുരേന്ദ്രൻ. മനസ്സിലായല്ലോ? ആ യാത്ര കൊല്ലം ജില്ലയിലേക്ക് സ്വീകരിക്കുന്ന നേതാവിന്റെ പേരായിരിക്കും സഖാവ് M മുകേഷ്. ആ യാത്രയ്ക്ക് കൊല്ലത്ത് ആശംസ അറിയിക്കുന്ന മന്ത്രിയുടെ പേരായിരിക്കും ഗണേഷ് കുമാർ. ആ യാത്ര ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നാൽ സ്വീകരിക്കുന്ന നേതാവിന്റെ പേരായിരിക്കും ശ്രീ തോമസ് ഐസക്. മനസ്സിലായല്ലോ? മൂന്നാറിലേക്ക് പോവാം. മനസ്സിലായല്ലോ? മൂന്നാറിലേക്ക് പോകാം. അപ്പോ ആലപ്പുഴയിൽ വെച്ച് തോമസ് ഐസക് യാത്രയെ സ്വീകരിക്കും. ആലപ്പുഴ കഴിഞ്ഞ് യാത്ര എറണാകുളം ജില്ലയിലേക്ക് കടന്നാൽ ഇവിടെ സ്വീകരണം കൊടുക്കുന്ന നേതാവിന്റെ പേര് കേരള ബാങ്കിന്റെ ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ. എറണാകുളം കഴിഞ്ഞ് തൃശൂരിലേക്ക് കടന്നാൽ ഡിവൈഎഫ്ഐയുടെ നേതാവാ, പേര് വൈശാഖൻ, സ്വീകരിക്കും തൃശൂരിലേക്ക്. തൃശൂർ കടന്ന് തൃശൂർ മലപ്പുറം ജില്ലയുടെ അതിർത്തിയിൽ പൊന്നാനിയിൽ നെഞ്ച് വിരിച്ചുകൊണ്ട് യാത്രയെ സ്വീകരിക്കാൻ പഴയ സ്പീക്കർ ഉണ്ടാവും, പേര് ശ്രീരാമകൃഷ്ണൻ. ആ യാത്ര കോഴിക്കോട്ടേക്ക് കടക്കുമ്പോ കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ എലത്തൂരിലെ MLA ആയിട്ടുള്ള പിണറായി വിജയന്റെ മന്ത്രിയായിട്ടുള്ള ശശീന്ദ്രനായിരിക്കും സ്വീകരിക്കുന്നത്. ആ യാത്ര മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയായ കണ്ണൂരിലേക്ക് കടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയായിരിക്കും ആ യാത്രയെ സ്വീകരിക്കാൻ നിൽക്കുക. ഇനി പറ സഖാക്കളെ, ഇനി പറയേ, സദാചാര മൂല്യത്തിന്റെ പേരിലാണ് നിങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് ആക്രമിച്ചതെങ്കിൽ നിങ്ങൾ ആദ്യം ആക്രമിക്കേണ്ട ഓഫീസ് തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസല്ലേ? പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസ് അല്ലേ ആക്രമിക്കേണ്ടത്? ഈ സംസ്ഥാനത്തെ എല്ലാ സദാചാര വിരുദ്ധരുടെയും സംരക്ഷണ കേന്ദ്രമായി മാറിയിട്ടുള്ളത് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസല്ലേ?
ഈ സംസ്ഥാനത്തെ എല്ലാ സദാചാര വിരുദ്ധരുടെയും അഴിഞ്ഞാട്ടക്കാരുടെയും ആശാകേന്ദ്രമായി മാറിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഫീസാ. എന്നിട്ടാണോ നിങ്ങൾ VD സതീശന്റെ ആഫീസിലേക്ക് വരുന്നത്? നിങ്ങൾക്ക് നാണമുണ്ടോ? ഉളുപ്പുണ്ടോ? നാണവും ഉളുപ്പും വേണമെന്ന് പറയുന്നില്ല. മിനിമം ഉളുപ്പുള്ളവർ കുളിച്ച കുളത്തിലെങ്കിലും ഒന്ന് ഇറങ്ങി മുങ്ങുകയെങ്കിലും വേണമെന്ന് മാത്രമേ എറണാകുളത്തെ സഹകരണത്തോട് പറയാനുള്ളൂ. നിങ്ങൾ ആരോരുമില്ലാത്ത നേരത്ത് വന്ന് പരാതി കൊടുക്കാൻ വേണ്ടി പരിവേദനം പറയാൻ വേണ്ടി വന്ന പാവപ്പെട്ടവരെ നിങ്ങൾ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് എറണാകുളത്തെ CPM-നെ. നിങ്ങൾ സമയവും കാലവും പറയേ. എന്റെ ചുണക്കൂട്ടിയായിട്ടുള്ള എറണാകുളത്തിന്റെ DCC പ്രസിഡന്റ് ഷിയാസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. വന്നതുപോലെ ഒരിക്കലും തിരിച്ചു പോവില്ല എന്ന മുന്നറിയിപ്പാണ് ഇവിടുത്തെ DYFI കൊടുക്കുന്നത്. ഇത് മുന്നറിയിപ്പാ, വെല്ലുവിളിയാ. ഇനി പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് വരാൻ നിങ്ങൾ തീരുമാനിച്ചാൽ, ഇനി കോൺഗ്രസ് ആഫീസിലേക്ക് നിങ്ങൾ ആയുധവുമായി വരാൻ തീരുമാനിച്ചാൽ, വരുന്നവൻ തിരിച്ചു പോകാനുള്ള ആംബുലൻസ് കൂടി ബുക്ക് ചെയ്യേണ്ടി വരുമെന്നാണ് ഞങ്ങൾ ഓർമ്മിക്കാനുള്ളത്. ഒരു തർക്കവും വേണ്ട. ഏതറ്റം വരെയും പോകാൻ തയ്യാറാവും. എന്ത് വൃത്തികേടാണ് നിങ്ങൾ കാണിക്കുന്നത്? എന്ത് മര്യാദകളാണ് കാണിക്കുന്നത്? ഈ അടിയും പിടിയും തല്ലും കുത്തുമൊക്കെ നിങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണോ? ഇതൊക്കെ ഗിവ് ആൻഡ് ടേക്ക് ആണ്. പണ്ട് രാവണപ്രഭു മോഹൻലാൽ പറഞ്ഞതുപോലെ. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് മാത്രം പറഞ്ഞ പരിപാടിയൊന്നുമല്ല. എറണാകുളം ജില്ലയിൽ ആ പരിപാടി നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു DCC പ്രസിഡന്റ് കൂടി ഇരിക്കുന്നുണ്ട്. മനസ്സിലാക്കിക്കോ. അത്രേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ആ ഭീഷണിയും വിരട്ടലും ഒന്നും പ്രതിപക്ഷ നേതാവിന്റെ നേർക്ക് വേണ്ട, VD സതീശന്റെ നേർക്ക് വേണ്ട എന്നാണ് എനിക്ക് CPM-നെയും DYFI-യും ഓർമ്മിപ്പിക്കാനുള്ളത്. ഒരു തരത്തിലുള്ള ഭീഷണിയും വേണ്ട. നിങ്ങൾ ആലോചിച്ചു, ഇവർക്കിതൊക്കെ പറയാനുള്ള എന്ത് അർഹതയും എന്ത് ധാർമ്മികതയോടെ ഒരുത്തം വന്നിട്ട് ഇവിടെ പ്രസംഗിച്ചത് കേട്ടു അല്ലേ? മൂപ്പര് പിരായിലെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോ മുങ്ങിയതാ. ഇപ്പൊ പൊങ്ങുന്നത് ഇപ്പോഴാ അല്ലേ? പിരായിലെ വോട്ടെണ്ണി കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ലീഡ് ചെയ്ത് ജയിക്കാൻ പോകുന്ന പിരായിലെ വോട്ടെണ്ണി കഴിഞ്ഞ അന്ന് മുങ്ങിയ ആളാണ്. ഇവിടെ പിണറായി വിജയന്റെ ഉച്ഛിഷ്ടം പൂജിച്ച് നടക്കുന്ന അല്പ താങ്കൾക്ക് എന്തർഹതയാണ് VD സതീശൻ എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെതിരെ ഈ പറവൂരിൽ വന്ന് പ്രസംഗിക്കാനുള്ളത്? എന്തർഹതയാവുന്നത്? പിണറായി വിജയൻ മാസം 80,000 ഉറുപ്പികയ്ക്ക് പ്രസംഗിക്കാൻ നിയോഗിച്ചിട്ടുള്ള ഒരു കൂലി തൊഴിലാളി. അതിനപ്പുറം ഒന്നുമില്ല. 80,000 രൂപ വാങ്ങിയിട്ട അതിനപ്പുറം ഒന്നുമില്ല. ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് 14 ജില്ലകളിലും യാത്ര ചെയ്യുന്നുണ്ട്. ഞാൻ വന്നിട്ടുള്ളത് ഒരു അധികാരത്തിന്റെ തണലുമില്ലാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി ജനങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട. സീറ്റ് വാങ്ങി, തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് ഉറപ്പുള്ള സീറ്റ് വാങ്ങി, തോറ്റതിന് ശേഷം LDF-ന്റെ ചെലവിൽ പോയി 80,000 രൂപ ശമ്പളവും വാങ്ങിയിരിക്കാൻ നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് കിട്ടുമായിരുന്നു. മനസ്സിലായല്ലോ? നിങ്ങളെക്കാൾ ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയ ആളെക്കാൾ കൂടുതൽ എനിക്ക് കിട്ടുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ പോലെ അഭിമാനം വെച്ചുകൊണ്ട് അവിടെ പോകാൻ ഞാൻ തയ്യാറായില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഏത് ആളുകളുടെ കൂടെ നിന്നിട്ടാണ് പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിക്കുന്നത്? അദ്ദേഹം പ്രതിപക്ഷ നേതാവിന് കുറെ വിശേഷണങ്ങളൊക്കെ കൊടുത്തു കേട്ടു. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്ന ഒരു VD സതീശനുണ്ട്. കേരളത്തിലെ പാവപ്പെട്ടവന്റെ പ്രതീക്ഷയായിട്ടുള്ള പ്രതിപക്ഷ നേതാവുണ്ട്. ആ മനുഷ്യന്റെ പേരിലെ VD എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച VD അല്ല, അത് വിഷണറി ഡെമോക്രാറ്റ് എന്നുള്ള VD-യാണ്. വിഷണറി ആയിട്ടുള്ള ഡെമോക്രാറ്റ് ആയിട്ടുള്ള VD സതീശൻ. നാളത്തെ കേരളത്തെ കുറിച്ച്, ഭാവി കേരളം എങ്ങനെയായിരിക്കണമെന്ന് സംബന്ധിച്ച് കൃത്യമായ ധാരണകളുള്ള പ്രതിപക്ഷ നേതാവ്. ഈ കേരളത്തിന്റെ 14 ജില്ലകളിലെയും സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ള പ്രതിപക്ഷ നേതാവ്. ഈ നാട്ടിലെ പാവപ്പെട്ടവൻ ആഗ്രഹിക്കുന്നത് സംബന്ധിച്ച് കൃത്യമായി ധാരണയുള്ള നേതാവ്. ഈ നാട്ടിലെ വിവിധ ജാതി മത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ധാരണയും അറിവുമുള്ള നേതാവ്. ഈ നാടിന്റെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള നേതാവ്. ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ, ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ എന്നിങ്ങനെ സമഗ്ര മേഖലകളിലും ആധികാരികമായി പഠിച്ച ശേഷം മാത്രം അഭിപ്രായം പറയുന്ന വിഷണറി ആയിട്ടുള്ള, അങ്ങേയറ്റം ജനാധിപത്യവാദിയായിട്ടുള്ള VD സതീശന്റെ ഓഫീസ്,
ആ വി.ഡി. സതീശനെ ആക്രമിക്കാനും വി.ഡി. സതീശന്റെ ഓഫീസ് ആക്രമിക്കാനും ഒക്കെ നിങ്ങൾക്ക് പിണറായി വിജയന്റെ CPM-ന് എന്ത് ധാർമ്മികതയാവുള്ളത്, എന്ത് അധികാരമോ, എന്ത് അവകാശമോ? നിങ്ങൾ എല്ലാ കാലത്തും ഇതുപോലെ ആക്ഷേപങ്ങളിൽപ്പെട്ടവരെ സംരക്ഷിച്ചവരാണ്. നിങ്ങൾ തീവ്രത അളക്കാൻ വേണ്ടി യന്ത്രം കൊടുത്തയച്ചവരാണ്. നിങ്ങൾ എല്ലാ ആക്ഷേപങ്ങളും വരുമ്പോ മുഴുവൻ CPM നേതാക്കന്മാരെയും മന്ത്രിമാരെയും MLA-മാരെയും നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാരെയും ഒക്കെ സംരക്ഷിച്ചു നിർത്തിയവരാണ്. അവർക്ക് വേണ്ടി ക്യാപ്സ്യൂളുകൾ ഇറക്കിയവരാണ്. കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ എതിരാകുമ്പോഴും നിങ്ങളുടെ സഖാക്കളെ, സ്വന്തം പാർട്ടിയിലെ വനിതാ സഖാക്കൾ വരെ ആക്ഷേപം ഉന്നയിച്ചവരെ സംരക്ഷിച്ചവരാണ് നിങ്ങൾ. ഈ ചരിത്രമൊന്നും കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ലല്ലോ. പ്രിയപ്പെട്ടവരെ. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. കിളിരൂർ കേസിന്റെ കാലം മുതൽക്കുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ നേരം വെളുക്കും വരെ പ്രസംഗിക്കാനുണ്ടാവും. ഇതെങ്ങാനും ഈ പ്രസംഗം എങ്ങാനും ഷൂട്ട് ചെയ്ത് ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ CPM-ന്റെ പ്രസംഗം, CPM നേതാക്കന്മാരെ കുറിച്ചുള്ള പ്രസംഗം ആരെങ്കിലും ഷൂട്ട് ചെയ്ത് സെൻസർ ബോർഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ 40 കട്ട് വേണ്ടി വരും. കാരണം അത്രയും കാര്യങ്ങളാണ് ഇവരെ കുറിച്ച് പറയാനുള്ളത്. മനസ്സിലായല്ലോ? ഞാൻ അതിലേക്കൊന്നും പറയാനായിരുന്നു. കാരണം ഇവിടെ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഇരിക്കുന്നുണ്ട്. CPM നേതാക്കന്മാരെ നിങ്ങൾ സംരക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. നിങ്ങളുണ്ടാക്കിയ കമ്മീഷനുകൾ, നിങ്ങളുണ്ടാക്കിയ പാർട്ടി കോടതികൾ, നിങ്ങളുടേത് മാത്രമായിട്ടുള്ള അന്വേഷണങ്ങൾ അവസാനം പരാതിക്കാരി കുറ്റവാളിയായി മാറുകയും ഈ പരാതിയിൽ ആക്ഷേപിക്കപ്പെട്ട നേതാവ് വിശുദ്ധനായി മാറുകയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വരെ ആയി മാറുകയും ചെയ്യുന്ന വിചിത്രമായിട്ടുള്ള കാഴ്ചകളാണ് കേരളത്തിൽ നടക്കുന്നത്. നിങ്ങളാണോ വി.ഡി. സതീശനെയും കോൺഗ്രസിനെയും ആക്ഷേപിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും സമാനതകളുണ്ടോ? ഇവിടെ ഒരു പരാതി വരുന്നു. പരാതികൾ വന്ന ഉടൻ ഇന്ത്യയിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്തതുപോലെ, ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ചെയ്യാത്തതുപോലെ നടപടിയെടുക്കുന്നു. ഒരു നടപടിയല്ല, അതിനുശേഷം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ വേണ്ടി ഈ പ്രസ്ഥാനം തീരുമാനിക്കുന്നു.